എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് LP-UPക്ക് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് LP-UP ഇനി എഴുതാൻ പോകുന്നത് ഇപ്പോൾ KTETന്റെ റിസൾട്ട് നമുക്ക് ഉടനെ വരും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് LP-UPയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്, KTETന് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ഇനി നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? HSA കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കാറ്റഗറി 2കാരെന്താ, കാറ്റഗറി 1, 2കാരൊക്കെ എന്താ നോക്കാൻ പോകുന്നത്? LP-UP ആണല്ലോ നോക്കാൻ പോകുന്നത്. അപ്പം ഇനിയും കാറ്റഗറി 2കാർക്ക് സോഷ്യൽ സയൻസിനെ ബേസ് ചെയ്തിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം പഞ്ചായത്ത് രാജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് എഴുതി പോവുകയാണെങ്കിൽ ആ ഒരു കടമ നമുക്ക് കടന്നു കിട്ടും. അതായത് എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നെല്ലാം ഒന്നെടുത്ത് വായിച്ചാൽ മാത്രം മതിയായിരിക്കും കേട്ടോ. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ടോപ്പിക്ക് കണ്ടല്ലോ, പഞ്ചായത്തി രാജ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു പോകാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? അത് 1959 ഒക്ടോബർ 2-നാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? അത് 1959 ഒക്ടോബർ 2-നാണ്. ഇനി നോക്കൂ, പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ 1959 ഒക്ടോബർ 2-ന് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നോക്കൂ, അടുത്ത നോക്കിയേ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ എവിടെയാണ്? അത് നാഗൂർ ജില്ലയിലാണ്. നാഗൂർ ജില്ലയില് രാജസ്ഥാനിലാണ് എന്ത് നിലവിൽ വന്നത്? ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. അപ്പോ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയാണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അല്ലെ. എന്താണ് ത്രിതല പഞ്ചായത്ത് രാജ് ഏതൊക്കെയാണ്? അത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ആണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത്. ഇനി നോക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്താണ്? അത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ്. എന്ത്? ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം എവിടെ? ഇന്ത്യയിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇനി നോക്കൂ, പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബൽവന്ത് റായ് മേത്തയാണ് കേട്ടോ. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബൽവന്ത് റായ് മേത്തയാണ്. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണ്? അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മറന്നു പോകരുതേ. ഇനി നോക്കൂ, ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവന ചെയ്തിരിക്കുന്നത് എത്ര ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ്? അത് 20 ലക്ഷമാണ് കേട്ടോ. 20 ലക്ഷം ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് എന്ത്? ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എത്രയാണ്? 20 ലക്ഷമാണ് കേട്ടോ. 20 ലക്ഷം ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് ത്രിതല പഞ്ചായത്ത് രാജ്, ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നോക്കിയേ, അടുത്തത് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി ആരാണ്? അത് PV നരസിംഹറാവു ആണ് കേട്ടോ. PV നരസിംഹറാവു ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അറിയാമല്ലോ, നമ്മൾ നോക്കിയല്ലോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്തായിരുന്നു? പഞ്ചായത്ത് രാജിന്റെ പിതാവാണ് ആര്? ബൽവന്ത് റായ് മേത്ത. ഈ സിസ്റ്റം ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ നിലവിൽ കൊണ്ടുവന്നത് ആരാണ്? ഏത് കമ്മിറ്റിയാണ്? അത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ആര് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വരുന്നത്? അത്
PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്ത് സിസ്റ്റം നിലവിൽ വരുന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ വരുന്നത്. ഇനി നോക്കൂ, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും 6 ദക്ഷിണ സംസ്ഥാനവും ഏതാണ്? എന്താണ് നോക്കിയേ, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശ് ആണ്. എന്നാണ്? 1959 അറിയാവല്ലോ. 1959 ഒക്ടോബർ 2 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശ് ആണ്. എന്നാണ്? 1959 ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ എവിടെയാണ്? നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് അല്ലെ? ഇനി നോക്കൂ, പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് മിസോറാമും മേഘാലയയും നാഗാലാൻഡും ആണ് കേട്ടോ. മിസോറാമും മേഘാലയയും നാഗാലാൻഡുമാണ്. മിസോറാം, മേഘാലയ, നാഗാലാൻഡ്. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഏത്? മിസോറാം, മേഘാലയ, നാഗാലാൻഡ്. മിസോറാം, മേഘാലയ, നാഗാലാൻഡ്. ഒരു ഫ്ലോയിൽ അങ്ങ് പഠിക്കുക. മിസോറാം, മേഘാലയ, നാഗാലാൻഡ്. എന്താണ്? പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് മിസോറാം, നാഗാലാൻഡ്, മേഘാലയ. നാഗാലയാണ് മിസോറാം, മേഘാലയ, നാഗാലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. മിസോറാം, മേഘാലയ, നാഗാലാൻഡ്. ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചു വെക്കുക. ഇനി നോക്കൂ, അടുത്ത നമുക്ക് കുറച്ച് അനുച്ഛേദങ്ങൾ നോക്കാം. ശ്രദ്ധിക്കണേ. നോക്കിയേ, പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടന എത്രാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 9ാമത്തെ ഭാഗത്താണ് കേട്ടോ. 9 പാർട്ട് 9 എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാമത്തെ പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നോക്കൂ, ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. എത്രയൊക്കെയാണ്? ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 വരെയാണ് എന്ത്? പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് അനുച്ഛേദം ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. അനുച്ഛേദം 40 പഞ്ചായത്ത് രാജ് 40. പഞ്ചായത്ത് രാജ് ആർട്ടിക്കിൾ 40 പാർട്ട് 9. പഞ്ചായത്ത് രാജ് ഏത് ഭാഗത്താണ് വരുന്നത്? ഏത് ഭരണഘടനാ വകുപ്പാണ് വരുന്നത്? ആർട്ടിക്കിൾ 40 അനുച്ഛേദം 40 വരുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് ആർട്ടിക്കിൾ 40. ഇനി നോക്കിയേ, പ്രാദേശിക ഗവൺമെന്റ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ? കൺകറന്റ് ലിസ്റ്റ് ആണോ? ഏത് ലിസ്റ്റ് ആണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രാദേശിക ഗവൺമെന്റ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ലിസ്റ്റിലാണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പ്രാദേശിക ഗവൺമെന്റ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത നോക്കിയേ, എത്രാമത്തെ അനുച്ഛേദമാണ്? 40ാമത്തെ അനുച്ഛേദം. എത്രാമത്തെ പാർട്ടിലാണ്? 9ാമത്തെ പാർട്ടിലാണ്. ഇനി നോക്കിയേ, ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലം ഞാൻ പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അതിൽ ഏറ്റവും താഴത്തെ തലമാണ് ഏത് എന്ന് പറയുന്നത്? ഗ്രാമപഞ്ചായത്ത്. അപ്പം ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ജില്ലാ പഞ്ചായത്താണ്. ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ജില്ലാ പഞ്ചായത്താണ്. ത്രിതല പഞ്ചായത്ത് നമുക്കറിയാം, ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്നത്. ഏതാണ്? ജില്ലാ പഞ്ചായത്ത്. അതിന്റെ താഴെ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന്റെ താഴെ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു നമ്മള്? ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തും ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്നത് ഏതാണ്? ഗ്രാമപഞ്ചായത്തുമാണ് അല്ലെ? ഇനി നോക്കിയേ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം എന്താണ്? ഗ്രാമസഭയാണ്. ഗ്രാമസഭയ്ക്കൊക്കെ പോയിട്ടുണ്ടോ എല്ലാവരും? ഗ്രാമസഭയാണ് കേട്ടോ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അറിയാം നമുക്കല്ല. എന്തിനാണ് ഗ്രാമസഭ കൂടുന്നത് നമുക്കറിയാം. ഗ്രാമസഭയ്ക്ക് പോയിട്ടുള്ളവർക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമസഭ കൂടുന്നത് എന്നുള്ളത് അല്ലേ? അപ്പം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നതാണ് എന്ത്? ഗ്രാമസഭയെന്ന്. ഓക്കെ, മനസ്സിലായോ? അറിയാമല്ലോ നമുക്ക്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നതാണ് ഏത് പേരിൽ? ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമസഭയ്ക്ക് പോയിട്ടുണ്ടോ എല്ലാവരും? അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രാമസഭ കൂടുന്നത് നമുക്കറിയാം. ഓക്കെ, ഇനി നോക്കിയേ,
വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് എവിടെയാണ്? അത് ഗ്രാമസഭയിലാണ് കേട്ടോ, ഗ്രാമസഭയിലാണ്. ഗ്രാമസഭയിൽ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നമുക്കറിയാം അല്ലെ? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയിലാണ്. ഓക്കെ, അതിനുശേഷം നോക്കിയേ, ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് 243A ആണ് കേട്ടോ. 243A ആണ്. 243A ആണ് എന്ത്? ഗ്രാമസഭയെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറഞ്ഞു 243 മുതൽ 243O വരെയാണ് എന്ത് ഈ പഞ്ചായത്ത് രാജിനെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണത്? 243A ആണ് കേട്ടോ. അനുച്ഛേദം എത്രയായിരുന്നു? അനുച്ഛേദം 40 ആയിരുന്നു അല്ലെ? ഇനി നോക്കി അടുത്തത് പ്രധാനപ്പെട്ട മറ്റ് പോയിന്റുകൾ നോക്കാം. ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം ആകെ അംഗങ്ങളുടെ 10-1. എന്നാൽ ക്വാറം തികയാതെ മാറ്റിവെച്ച് പിന്നീട് ചേരുമ്പോൾ അത് പ്രകാരമുള്ള യോഗത്തിന്റെ ക്വാറം എത്രയായിരിക്കണം? അത് 50 അംഗങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. എത്രയാണ്? 50 ആയിരിക്കണം. 50 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി നോക്കിയേ, ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് ആരായിരിക്കും? അത് വാർഡ് മെമ്പർ ആയിരിക്കും അല്ലെ? വാർഡ് മെമ്പർ ആണ് അല്ലെ? എന്താണ്? ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് ആരാണ്? അത് വാർഡ് മെമ്പർ ആണ്. ഇനി നോക്കിയേ, ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അത് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് വാർഡ് മെമ്പറും അതുപോലെ തന്നെ അധ്യക്ഷനായിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും. അതുപോലെ തന്നെ നോക്കിയേ, ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് എന്നാണ്? അത് 1999 2000 ആണ് കേട്ടോ. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായിട്ട് ആരംഭിച്ചത് എന്നാണ്? അത് 1999 2000 ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 1959 ഒക്ടോബർ 2 ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ PV നരസിംഹറാവു, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അനുച്ഛേദം 40 243A എന്താണ്? 243 to 243O വരെ എന്തായിരുന്നു? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ത്രിതല പഞ്ചായത്ത് രാജിലെ ഏറ്റവും മുകൾ മുതൽ താഴെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അതില് ഏറ്റവും താഴത്തെ തട്ടിലുള്ളതാണ് ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമത്തിലെ ഏറ്റവും പഞ്ചായത്തുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ഗ്രാമസഭകൾ രൂപീകരിക്കുന്നത്. ആ ഗ്രാമസഭകൾ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? അതിന് വാർഡ് മെമ്പർ ആണ്. അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? അത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് 1999 2000 ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇപ്പൊ ഞാൻ ഇത്രയും ക്ലാസ് എടുത്തു, ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പം എന്ത് ചെയ്യുക, കമന്റിലൂടെ ചോദിക്കാം, മിസ്സേ ഇന്ന ക്ലാസ് തരാമോ, ഈ ക്ലാസ് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് പറയാനുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. മിസ്സേ ഇച്ചിരി സ്പീഡ് കുറച്ച് പറയാം, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വേണ്ട. അപ്പം കുറെ പേര് പറയുന്നതാണ് മിസ്സേ റിപ്പീറ്റേഷൻ വേണ്ട എന്നുള്ളത്. അപ്പം ഞാൻ മാക്സിമം റിപ്പീറ്റേഷൻ കുറയ്ക്കും. ഇപ്പം അധികം റിപ്പീറ്റേഷൻ വരാതെ, ആവർത്തന വിരസത വരാതെ പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടുതൽ ഗുണമായിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം നോളജ് വരാറുണ്ട്. കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, GKs ആയിക്കോട്ടെ, ഇതെല്ലാം വരാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം നമ്മുടെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.